Hi friends, welcome back to day 3, 30 days study plan of laboratory assistant. അപ്പോൾ ഡേ 1ഉം ഡേ 2ഉം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അത് ക്ലാസ് കംപ്ലീറ്റ് ആയോ, നിങ്ങൾക്ക് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്നും പറഞ്ഞു കണ്ടില്ല. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു എന്നൊന്ന് പറഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ, ടൈം ടേബിൾ തന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് അറിയാമല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ആയെങ്കിൽ ആയി, അല്ലെങ്കിൽ പെൻഡിങ് ഉള്ളത് പറയുക, ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഡേ 3യിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്? ശതമാനം, മാത്സിൽ ശതമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ശതമാനം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ അത്. ഇനി അടുത്തത് ഇംഗ്ലീഷിൽ ടെൻസ് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അതിൻ്റെ ഫോമാറ്റ് പഠിക്കാനല്ല, അതിൻ്റെ PYQ വെച്ച് സോൾവ് ചെയ്ത് പഠിക്കാം കേട്ടോ. ടെൻസ് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ചോദ്യമാണ് ഈ ടെൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് മലയാളത്തിൽ പര്യായങ്ങൾ PYQ വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് പര്യായങ്ങൾ അങ്ങനെ പഠിക്കാതെ PYQ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുക. കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് OA എക്സാമിന് കണ്ടില്ലേ, മേദിനി എന്ന വാക്കിന് സമാനമായിട്ടുള്ള പദം ഏതാണെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ അതിൽ കണ്ടോ, ശരീരം, ആകാശം, സുന്ദരി, ഭൂമി എന്ന 4 ഓപ്ഷൻസാണ് നമുക്ക് തന്നിരുന്നത്. ഈ 4 ഓപ്ഷൻസിൻ്റെയും കൂടി പര്യായങ്ങളൊക്കെ ഇതൊക്കെയാണ് റിപ്പീറ്റായി ചോദിക്കുന്ന ഭാഗങ്ങൾ. അങ്ങനെ റിപ്പീറ്റായിട്ടുള്ള ചോദ്യങ്ങളും ഇപ്പോൾ നമ്മളൊരു ചോദ്യം സോൾവ് ചെയ്താൽ അതിൻ്റെ 4 ഓപ്ഷൻസ് വെച്ചിട്ട് അതിൻ്റെയും പര്യായങ്ങൾ ആ രീതിയിലൊക്കെ പര്യായങ്ങൾ പഠിച്ചു തീർക്കാം കേട്ടോ. പിന്നുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. മാർച്ച് 2025 കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ പഠിക്കേണ്ടത്. PSC ബുള്ളറ്റിൻ 2 വോളിയം പഠിച്ചു തീർക്കാം കേട്ടോ. പിന്നെ ഏത് ക്ലാസ്സാണ് PSC ബുള്ളറ്റിനിൽ തന്നെ ഏത് ക്ലാസ്സാണ് നല്ലതെന്നൊക്കെ ചോദിച്ച് കമൻസ് കണ്ടു. ഒരുപാട് ക്ലാസ് നമുക്കുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് യൂട്യൂബിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ക്ലാസ് ഏതാണെന്ന് നോക്കിയിട്ട് അത് പഠിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഹോട്ട് ടോപ്പിക്കിൽ UN അതിൻ്റെ അനുബന്ധ ഏജൻസികളും പഠിക്കാം. യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. UN അന്താരാഷ്ട്ര വർഷങ്ങളുണ്ടല്ലോ, 2025 4 തീമുകൾ അവർ പറയുന്നുണ്ട്, അത് പഠിക്കണേ. ആ 4 തീം നമുക്കൊന്ന് പറഞ്ഞു പോകാം. എന്തൊക്കെയായിരുന്നു 4 തീമുകളായിട്ട് വരുന്നത്? ക്വാണ്ടം സയൻസ് വർഷമുണ്ട്, പിന്നെ ഹിമാനികളുടെ സംരക്ഷണ വർഷം, അടുത്ത പോയിന്റ് എന്താ വരുന്നത്? സമാധാന വർഷം, അന്താരാഷ്ട്ര സമാധാന വർഷം, സഹകരണ വർഷം. ഓക്കെ, ഈ 4 തീമുകൾ പഠിക്കണം. പിന്നെ അതിൻ്റെ അനുബന്ധ ഏജൻസികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് IMF വരും, വേൾഡ് ബാങ്ക് വരും, പിന്നെ നമ്മുടെ UNICEF വരും. അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്, വർഷവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ലോകാരോഗ്യ സംഘടന, ലോക കാലാവസ്ഥാ സംഘടന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പഠിക്കാം കേട്ടോ. വർഷമൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. അടുത്ത ടോപ്പിക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച SCERT ചാപ്റ്ററിൽ എല്ലാ വിപ്ലവങ്ങളും, അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നുള്ള ഭാഗം കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ആ ഭാഗത്ത് തന്നെ വ്യാവസായിക വിപ്ലവം വരുന്നുണ്ട്. അതിൽ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ, ലോക്കോമോട്ടീവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ആ കണ്ടുപിടുത്തം അത് ആര് കണ്ടുപിടിച്ചു എന്നുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് വർത്തമാന പത്രങ്ങൾ. കണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് OA എക്സാമിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ അതിൻ്റെ വർഷം, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രങ്ങളുടെയൊക്കെ വർഷങ്ങൾ ആരാണത് കൊണ്ടുവന്ന രീതിയിൽ മാച്ച് ചെയ്യാൻ വന്നാലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നാലും ആൻസർ ചെയ്യാൻ പാകത്തിന് വേണം പഠിക്കാനായിട്ട്. അതിലെല്ലാം ഒന്നും പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടും PYQ ആയി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത്. വർത്തമാന പത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് നാളെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നാളെ 2 മണിയാകുമ്പോഴേക്കും വർത്തമാന പത്രങ്ങൾ എന്ന ഒരു ക്ലാസ് നമുക്ക് 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്സ് എന്ന പ്ലേലിസ്റ്റിലേക്ക് ആഡ് ആക്കി തരാം. അപ്പോൾ അത് വെച്ച് പഠിക്കാമല്ലോ ടോപ്പിക്ക്. ഇനി അടുത്തത് SCERT-യിൽ നമ്മളൊരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് പറയുന്നത്. ഹിസ്റ്ററിയിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഹിസ്റ്ററി ഭാഗം തീരുന്നതോട് കൂടിയിട്ട് ഹിസ്റ്ററിയുടെ SCERT ലെസൺസും തീരണം. അപ്പോൾ നമ്മളുടെ സ്റ്റാൻഡേർഡ് 10ലെയാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് 10ലെ SCERT ആണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. സ്റ്റാൻഡേർഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, 10 എഴുതാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 5 സംസ്കാരവും ദേശീയതയും, അതുപോലെ ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും, ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും നമ്മൾ വൃത്തിക്ക് പഠിച്ചു വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ SCERT ആദ്യം നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് പഠിക്കുക, SCERT പഠിക്കുക, അതിനുശേഷം ഹോട്ട് ടോപ്പിക് ഉള്ള ഭാഗത്തേക്ക് വരിക കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ കവർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. അതായത് നിങ്ങൾ പഠിച്ച് തീരുന്നുണ്ടോ, ടോപ്പിക്ക് പെൻഡിങ് വരുന്നുണ്ടോ, കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷനാണ്, എനിക്കും കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നോട്ട്സ് തരുമോ എന്നൊക്കെ ചോദ്യം ഞാൻ കണ്ടു. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ സ്ക്രീൻ ഉൾപ്പെടുത്തുമോ എന്നുള്ള രീതിയിലൊക്കെ കണ്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പോലെ തന്നെ ഞാനും പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ കൊണ്ടുവരണമെങ്കിൽ ഞാനതിൻ്റെ പിന്നിലൊരു 1.5 മണിക്കൂറിൻ്റെ എഫേർട്ട് ഇടണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും പഠിക്കുന്നത് ഇത്രയും ടോപ്പിക്ക് എനിക്കും കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടാതെ പോകും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കാര്യം പരിഗണിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വോയിസ് ആയിട്ട് ക്ലാസ്സുകൾ തരുന്നത്. അതും എല്ലാ ക്ലാസ്സും തരാനായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അറിയാമല്ലോ നിങ്ങൾക്ക്. ഏതെങ്കിലും ഒരു ക്ലാസ്സാണ് നമ്മളിപ്പോൾ വോയിസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഡെയിലി ടൈം ടേബിൾ എന്തായാലും നിങ്ങൾക്ക് തന്നിരിക്കും. ഒരു കാര്യം പ്രത്യേകം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നത് 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്നും നൈറ്റ് 8 PM to 8:30 PM ഈ ഒരു ടൈമിനുള്ളിലാണ് നിങ്ങൾക്ക് ടൈം ടേബിൾ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 8:30 ആയിട്ടും നിങ്ങൾക്ക് ടൈം ടേബിൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കുക. അവിടെ ഞാൻ പോസ്റ്റായിട്ട് നമ്മുടെ ഈ ടൈം ടേബിൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്തെങ്കിലും കാരണത്താൽ എനിക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലത്തെ കാര്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് മുടക്ക് വരില്ല. ടൈം ടേബിളിന് 30 ഡേയ്സ് ടൈം ടേബിൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ പ്രോഗ്രസ് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിലും കമൻസിലേക്ക് അത് ഉൾപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് ഇനിയും എത്താനുണ്ട് നമ്മളുടെ വീഡിയോസ്. അപ്പോൾ അത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.